പഴയ കാലത്ത് ഓരോ കുട്ടികളും കളിക്കുന്ന രംഗങ്ങൾ, അതിൻ്റെ സംവിധാനങ്ങൾ കാണുമ്പോൾ എന്തെന്നില്ലാത്തൊരു രസകരമാണ്. ഈ കാലഘട്ടത്തിലുള്ളതായ കുട്ടികൾ കളിക്കുന്നത് വളരെ അപൂർവമാണ്. അവരുടെ കൈകളിലേക്ക് ടാബും അതുപോലെ തന്നെ മൊബൈൽ ഫോണുകളും കിട്ടിക്കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ സമയം കഴിഞ്ഞാലും അവർക്ക് സമയം തീർന്നതേ അറിയുന്നില്ല. ആ രീതിയിലാണ് ഈ കാലഘട്ടത്തിലുള്ളതായ ഓരോ കളികളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളുടെ കുട്ടികളുടെ മനസ്സ് മാത്രം സന്തോഷിച്ചാൽ പോരാ. ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും ചലിപ്പിക്കലോടുകൂടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും സന്തോഷിക്കുകയും അത് അഭിവൃദ്ധിപ്പെടുകയും ചെയ്യാൻ അനിവാര്യമാണ്. കുട്ടികളുടെ ഉയർച്ചയും വളർച്ചയും ഉദ്ദേശിക്കുന്ന ഓരോ രക്ഷിതാക്കൾ വളരെയധികം ചിന്തിക്കേണ്ട ഒരു സാഹചര്യമാണിത്. നമ്മളുടെ കുട്ടികളിലേക്ക് സെൽഫോൺ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് മാത്രമായി അവരുടെ ജീവിതമായി മാറും. അതുകൊണ്ട് തന്നെ അവർക്കുള്ളതായ കണ്ണുവേദനയും കഴുത്തുവേദനയും പല വേദനകളും അനുഭവിക്കേണ്ടി വരും. എന്ന് മാത്രമല്ല, ശാരീരികമായിട്ട് അവർക്ക് ഉയർച്ചയും വളർച്ചയും ഉണ്ടാകാൻ സാധ്യതകൾ വളരെ കുറവാണ്. പഴയ കാലത്തുള്ളതായ ടയറുകൾ, ആ ടയറുകൾ ഉരുട്ടിക്കൊണ്ടു പോകുന്നതായ രംഗങ്ങളും അതിലുണ്ടാകുന്നതായ ഹാപ്പിനെസ് കുട്ടികൾക്ക് ലഭിക്കുന്നത് എത്രമാത്രമാണ്. അവരുടെ കാലുകളും കൈകളും ചലിക്കുകയാണ്. അതുപോലെ തന്നെ ഉജാലയുടെ കുപ്പി കൊണ്ട് നിർമ്മിക്കപ്പെട്ട പഴയ ചെരുപ്പിൻ്റെ വാറുകളെല്ലാം കളഞ്ഞ് ആ ചെരുപ്പിൽ നിന്ന് ടയറുകൾ ഉണ്ടാക്കുകയും അതിലേക്ക് കോലുകൾ ഘടിപ്പിച്ചുകൊണ്ട് നല്ലൊരു വണ്ടിയാക്കുന്നതായ രീതിയും, എന്തൊരു സുന്ദരമായ രസകരമായ കളിപ്പാട്ടുകളാണ് അവരുണ്ടാക്കുന്നത്. കുന്നുകളിൽ നിന്ന് കിട്ടുന്നതായ വള്ളി, കയറ്, ആ കയറുകളെ കൊണ്ട് ചുരുട്ടി സ്റ്റാരിങ്ങിൻ്റെ രൂപത്തിലുണ്ടാക്കുകയും അതിലൂടെ സ്റ്റാരിങ് ചെയ്ത് അവരൊരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും ഡ്രൈവിങ് ചെയ്യുന്നതായ രീതികളെല്ലാം എന്തൊരു രസകരമാണ്. കോലുകളിയും അതുപോലെ തന്നെ ലഗോരിക്കളികളും കബഡിയും ക്രിക്കറ്റും തുടങ്ങിയിരിക്കുന്ന വ്യത്യസ്തമായ രീതിയിലുള്ളതായ ശരീരത്തിനെ ചലിപ്പിക്കുന്ന അനേകം കളികളാണ് പഴയ കാലത്തുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ, മക്കൾ കളിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ ഈ കാലഘട്ടത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികൾ അത്തരത്തിലുള്ള കളികൾ തീരെ അവർക്ക് ഒരു പരിചയമില്ലാത്ത രീതിയിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ വീടുകളിൽ രക്ഷിതാക്കൾ ഇതിൻ്റെ ഒരു ശരിയായ രീതി അവർക്ക് അറിയിച്ചു കൊടുത്താൽ മൊബൈൽ ഫോൺ സൈഡിൽ വെച്ചുകൊണ്ട് ഈ കളിയിലേക്ക് അവർ ഇറങ്ങുമെന്നതിൽ ഒരു സംശയവുമില്ല. വീട്ടിലിരിക്കുന്ന സമയത്ത്, സ്കൂൾ അവധിയുടെ ഈ സമയങ്ങളിലെല്ലാം അവർക്ക് കൃഷിയോടുള്ളതായ താല്പര്യങ്ങളും ചെടികൾ നടാനും അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനും അതിൽ വളർന്നു വരുന്നതായ പുഷ്പങ്ങളുടെ ആനന്ദങ്ങൾ ആസ്വദിക്കാനും അതുപോലെ തന്നെ പഴങ്ങളായി കഴിഞ്ഞാൽ അത് വലിക്കുകയും കഴിക്കുകയും ചെയ്യുന്നതായ രീതികളെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ മനസ്സിലേക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. പിന്നീട് അവർ സ്വന്തമായി കൃഷി ഉണ്ടാക്കാനുള്ളതായ എല്ലാവിധത്തിലുള്ളതായ വിദ്യകൾ അവർ പഠിച്ചു വളരുകയാണ് ചെയ്യുന്നത്. നമ്മൾ വീടിൻ്റെ പരിസരത്ത് വൃത്തിയാക്കുന്ന സമയത്ത്, ചെടികൾ വളർത്തുന്ന സമയത്ത് കൂടെ നമ്മളുടെ കുട്ടികളെയും ചേർത്തിക്കൊണ്ട് ആ ജോലി ചെയ്തു കഴിഞ്ഞാൽ അവർ സ്വമേധയായി പിന്നീട് അവർ ചെയ്തു വരുന്നു.